പുതിയാപ്പിളക്കോരല്ലേ? അല്ലല്ല, ഇതാണ് കിളിമീൻ. കിളിമീനൊന്നല്ല, ഇതിന്റെ പേര് ഉണ്ണിമേരി. ഇതിന്റെ പേര് സുൽത്താൻ എന്നാ. അങ്ങനെ പലവിധം പേരുകളുള്ള നമ്മുടെ കിളിമീൻ വെച്ചിട്ട് ഒരു മുളകിട്ട മീൻകറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. ഞാനിവിടെ ഉള്ളിയും തക്കാളിയും വെച്ച് ഭാഗം വെച്ച് കളിക്കല്ല കേട്ടോ. ഒരു തക്കാളിയും ഒരു സവാളയും അരച്ചെടുക്കാനും ബാക്കിയുള്ളത് അരിഞ്ഞു ചേർക്കാനാണ് കേട്ടോ. എന്തായാലും ഉള്ളിയും തക്കാളിയും അരച്ചെടുക്കാൻ പോവുക. എന്നാ പിന്നെ ഒരു വഴിക്ക് പോവല്ലേ. മഞ്ഞപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടിയും കൂടിയാണ് ഇടാന്ന് വിചാരിച്ചു. ഈ കറിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മൾ കോൽപ്പുളി എന്ന് വിളിക്കുന്ന വാളംപുളിയാണ് കേട്ടോ. അപ്പോ ഇനി നമുക്ക് കാര്യപരിപാടിയിലേക്ക് അടക്കാം. കറി വെക്കാനായിട്ട് നല്ലൊരു പാത്രം എടുക്കുക, അതിലേക്ക് അരിഞ്ഞു വെച്ചവ ചേർക്കുക, പിന്നെ അരച്ചു വെച്ചതും പുളിവെള്ളവും ചേർത്ത് ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൈ വെച്ച് നന്നായി ഞൊരടിയെടുക്കാം. സത്യം പറഞ്ഞാല് ഇത് ഞൊരടിയെടുക്കലാണോ തിരുമ്പി എടുക്കലാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഈ ഒരു പ്രോസസ്സിന് നിങ്ങൾക്ക് വേറെ വല്ല പേരുകൾ അറിയെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തു. ഞൊരടുക എന്നുള്ളതിന് ഞെരടുക എന്നും പറയാറുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെ വെച്ച ഈ സംഭവത്തെ തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഈ കിളിമീന് പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് തന്നെ അധികം നേരം അടുപ്പത്ത് വെക്കേണ്ട കേട്ടോ. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ മീൻ ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. ഈ കുറച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി ഈ കറിയുടെ മുകളിലേക്ക് ഒഴിക്കാം. സംഭവം ഇതെന്റെ അമ്മയുടെ റെസിപ്പിയാണ്. പക്ഷെ എന്തൊക്കെയോ എവിടേക്കോ എന്റെ ഒരു ആഡിങ് നടന്നതുകൊണ്ട് തന്നെ ഇതിപ്പോ എന്റെ വേർഷൻ ആയിട്ടുണ്ട്. കിളിമീന് വേറെ വല്ല പേരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ.